ഇറാൻ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി അതിനോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുകയാണ്. ആദ്യം ഇസ്രായേലിലേക്ക് തിരിച്ചടിച്ച് മാതൃക കാണിക്കുക, എന്നിട്ട് തങ്ങൾക്ക് നേരെ വരാം എന്ന്. അഥവാ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് മൗനം പോളുകയും അതോടൊപ്പം തന്നെ ഒരു അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ തിരിച്ചടിക്കണം എന്ന് പറയുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ നടക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിൽ ഇത്ര ആവേശത്തോടു കൂടി നിങ്ങൾ പറയുമോ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുകയാണ്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന മിസൈൽ പെരുമഴ തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എല്ലാ രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായിരിക്കുന്ന ഒരു മീറ്റിംഗാണ് ഇന്നലെ അറേബ്യൻ രാജ്യങ്ങൾ ചേർന്നത്. സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE, കുവൈറ്റ് അടക്കമുള്ള 6 അറബ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ചില നിലപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒമാൻ എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, എന്നാൽ ഒമാനും കൂടി ചേർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പറയുന്നുണ്ട്. അപ്പോൾ സംയുക്തമായ പ്രസ്താവനയിൽ തങ്ങളുടെ ഈ രാജ്യത്ത് കടന്നു കയറിയുള്ള ആക്രമണം പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തങ്ങൾ നിങ്ങളെ ആക്രമിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്നുള്ളത്. ഇറാൻ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പറയുന്നത് നിലവിലിപ്പോൾ 4 രാജ്യങ്ങളിൽ ഔദ്യോഗികപരമായ രീതിയിൽ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. അത് ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ബഹ്റൈനിലുണ്ട്, UAE-യിലുണ്ട്. ഈ 4 രാജ്യങ്ങളിലാണ് ഔദ്യോഗികമായിരിക്കുന്ന അമേരിക്കയുടെ എയർബേസ് ഉള്ളത്. മറ്റ് 2 രാജ്യങ്ങളും സൗദി അറേബ്യയും ഈ ഒമാനും അവരുടെ സൈനിക ബേസ് ചില കാര്യത്തിനൊക്കെ യുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങൾ വിട്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ ഈ 4 ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിഷയത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ മേഖലയിൽ നിന്ന് വിമാനം വരുന്നതും പോകുന്നതും ആക്രമിക്കുന്നതും തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾക്കറിയില്ല. ഇത് അവരുടെ രാജ്യം പോലെയാണ് ഈ പ്രദേശം അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇവിടെ പരിശോധന നടത്തണമെന്നുള്ളതും വരവും പോക്കുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും എന്ത് വസ്തുക്കളുമായിട്ടാണ് വരുന്നത് എന്നുള്ളതും എന്ത് വസ്തുക്കളുമായിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കും വിവരണം പരിശോധിക്കണമെന്നും അത് റെക്കോർഡാക്കി സൂക്ഷിക്കണമെന്നും ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് 3 തവണ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്ര ഗൗരവത്തിൽ അറബ് രാജ്യങ്ങൾ എടുത്തിട്ടില്ല. പിന്നീടാണ് ഖത്തറിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ ആക്രമണം അപൂർവമായിട്ട് മാത്രമേ അറബിക്കടലിലുള്ള അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ. ഈ അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രഹസ്യമായ രീതി ആക്രമണം നടത്തുന്നു. അത് അറബ് രാജ്യങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നൽകുന്ന വിശദീകരണം. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരം എന്ന തരത്തിൽ ആക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൽ നിന്ന് അമേരിക്കയുടെ ഒരു വിമാനം തകർന്നു വീണു. അത് മിസൈൽ ആക്രമണത്തോട് കൂടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ കുവൈറ്റ് ഗവൺമെൻറ് പ്രതിനിധി വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഒരു വിമാനമല്ല, ഒരുപാട് വിമാനങ്ങൾ ഈ തരത്തിൽ തകർന്നു വീഴുന്നുണ്ട് അല്ലെങ്കിൽ പരിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അഥവാ അമേരിക്കയുടെ കുവൈറ്റിലുള്ള എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിമാനം പോലും ഉയരാൻ പറ്റാത്ത വിധം അവർ വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉയർന്നാൽ ആക്രമണം നടക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു സ്ഥിതി, ഈ ഒരു സാഹചര്യങ്ങളിലൊന്നും ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുൻപ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യതയില്ല. അപ്പോൾ ആണ് ഇറാനത്ത് നിരന്തരമായിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇസ്രായേലിനെ എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല, ഇസ്രായേൽ തിരിച്ചടിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? ഖത്തറിനെ ആക്രമിച്ച സമയത്ത് വെറും പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ ഉച്ചകോടി കൂടി ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു, വീണ്ടും ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. ഈ ശക്തമായിരിക്കുന്ന പ്രതിഷേധം മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇറാൻ്റെ ആക്രമണം അങ്ങനെ പ്രതിഷേധിച്ചാൽ പോരെ എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. അത് ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ് പ്രതിനിധിത്വമല്ല. ഇതിപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ ഗവൺമെൻറ്റിൻ്റെ അനുഭാവികളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികളൊക്കെയാണ് ഇപ്പോഴത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചാനലുകളോടും പത്രക്കാരോടൊക്കെ പറയുന്നത്. അതിൻ്റെ രാജ്യത്തിൻ്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട അധികാരികളോ ക്യാബിനറ്റ് റാങ്കിലുള്ളവരോ സൈനിക മേധാവികളോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചാനലിന് അഭിമുഖം കൊടുക്കാനോ സംസാരിക്കാനോ കിട്ടില്ല. അപൂർവമായിട്ടാണ് ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരണ കാര്യങ്ങളൊക്കെ നൽകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്കക്ക് ഭയമായിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഒരു തുടർ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രതിസന്ധി ഇപ്പോൾ യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളെ വല്ലാത്ത രീതിയിൽ ഉലക്കുകയാണ്. അതിൻ്റെ കാര്യം തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ സൈനികമായിരിക്കുന്ന വലിയ സംവിധാന കാര്യങ്ങളുള്ള രാജ്യം തന്നെയാണ് സൗദി അറേബ്യയും UAE എല്ലാം. തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനെ സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടും. ഒന്ന്, ഇസ്രായേൽ പോലെയുള്ള, അമേരിക്ക പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ശത്രു വിഭാഗങ്ങൾ ഒരു മുസ്ലിം രാജ്യത്തിന് നേരെ അവിടുത്തെ പരമോന്നത നേതാവിനെ വധിച്ച ശേഷം ആക്രമിക്കുന്നതോടനുബന്ധിച്ച് മുസ്ലിം രാജ്യങ്ങളും ആക്രമിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് കണ്ണും പൂട്ടിയുള്ള ഒരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇത് എങ്ങോട്ട് പ്രതിഫലിക്കും, ഏത് തരത്തിലാവും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത പറയാൻ പോലും സാധിക്കാത്തതാണ്. അതല്ല, രാജ്യത്തിൻ്റെ അകത്തേക്ക് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു, ആ സമയത്ത് ഇസ്രായേലിനെ ഒരു അടിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ആക്രമണം പോലും നടത്താതെ ഇറാൻ ആക്രമിക്കുന്നത് തന്നെ തിരിച്ചടിക്കണമെന്ന് സംയുക്ത പ്രസ്താവന ഇറക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുകൂടി കൂട്ടി വായിക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇറാൻ്റെ തിരിച്ചടി തുടരുകയാണ്. അഥവാ മെഡിറ്ററേനിയൻ കടൽ ചേർന്നുകൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പൽ, അറേബ്യൻ കടൽ തീരം ചേർന്നുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പൽ, പിന്നെ ഇസ്രായേലിൻ്റെ സർവ്വമേഖലയും നഗരങ്ങളും എയർപോർട്ട് കേന്ദ്രീകരിച്ചും സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളുടെ പെരുമ ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നു. ഏകദേശം 100-ലധികം ആളുകൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. പക്ഷേ അവർ സ്ഥിരീകരിച്ചത് 9 പേരെ മാത്രമാണ്. 24 പേര്, 40ഓളം പേരെ പരിക്കേറ്റു എന്ന് പറയുന്നു, 20ഓളം പേരെ കാണാനില്ല എന്ന് പറയുന്നു. അത്രയൊന്നുമല്ല, ഭീകരമായി ഒരു 20ഓളം പേരെ കാണാനില്ല എന്ന് അവർ സ്ഥിരീകരിക്കുന്ന സമയത്ത് അപ്പോൾ എത്രത്തോളം ശക്തമായിരിക്കും ആ ആക്രമണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 3 ബിൽഡിംഗ് തന്നെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 3 അല്ല, ഏകദേശം ഒരു ഡസനോളം ബിൽഡിങ്ങിനെ കാണുന്നില്ല, അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന തരത്തിൽ പകല് രാത്രി എന്നൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. ഓരോരോ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരോ വിഭാഗത്തിനാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതികൾ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് അമേരിക്കക്ക് ആധിപത്യം നൽകുകയും അവർക്ക് ഈ അവരുടെ സൈനിക ബേസോ അല്ലെ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ നൽകുന്നത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ അപകടമുണ്ടാക്കും, ഗുണപരമല്ല എന്നുള്ള ഒരു കൃത്യത കൂടി ഇറാൻ്റെ ആക്രമണത്തോടു കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സുരക്ഷിതമല്ല അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കക്ക് സൈനിക മേഖല ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.